എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാത്സ് 6ന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റേറ്റ് സിലബസിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ്സാണ്. സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോളിഡ്സിൻ്റെ കുറച്ച് ഭാഗമാണ്. അതിനകത്ത് തന്നെ 4 സെക്ഷൻ ഉണ്ട്. സോളിഡ്സിൻ്റെ സ്ക്വയർ പിരമിഡ്, കോൺ, സ്ഫിയർ, ഹെമിസ്ഫിയർ എന്നീ 4 സെക്ഷനുകളാണ് സോളിഡ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ദിവസം നമ്മൾ സ്ക്വയർ പിരമിഡിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിലെ ഇക്വേഷൻസും അതെങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇതുവരെയും തുടങ്ങാത്തവർക്ക് ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണക്കുകളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്തുള്ള അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ സ്ക്വയർ പിരമിഡ്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് വരച്ചു വെച്ചിട്ടുണ്ട് സ്ക്വയർ പിരമിഡിൻ്റെ. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ പിരമിഡിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഏറ്റവും അടിഭാഗം അഥവാ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു ഫിഗറായിട്ട് വരയ്ക്കുമ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവാനായിട്ടാണ് ഈ സ്ക്വയർ എന്ന് അല്പം ചരിച്ച് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഈ ഫിഗറിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയാം. അഥവാ യഥാർത്ഥത്തിൽ ഇരിക്കുന്ന സ്ക്വയർ ഇങ്ങനെ ആയിരിക്കും. സ്ക്വയർ പിരമിഡിന്റെ ബേസ് അടിഭാഗം ഇരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നെയിം, ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് കൊടുത്തിരിക്കുന്ന നെയിം BCDE എന്നാണ്. അപ്പോൾ സാധാരണ നമ്മൾ ABCD എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് BCD കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സൈഡിനും നമ്മൾ A എന്ന് പറയുന്ന പേരാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ അതിലേക്ക് നമുക്ക് എത്താം. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ക്വയറിന്റെ നെയിം BCDE എന്നാണ്, അല്ലെ? അപ്പോൾ സ്ക്വയർ പിരമിഡിന്റെ ബേസ്, ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നേരത്ത് നമ്മൾ അറിയണം എന്താണ് ഇതിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അതാണ് ഒന്ന്. രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് ടോട്ടൽ വോളിയം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം, ടോട്ടൽ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. അപ്പോൾ അതിന് കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഒരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് ഒരു ഫോർമുലയുണ്ട്. ബേസ് ഏരിയ. അപ്പോൾ ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിമ്പിൾ, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? അത് തന്നെയാണ് സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതെന്താണ്? A² എന്ന് പറയുന്നത്. അപ്പോൾ A² ആണ് ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ A² എന്ന് പറഞ്ഞു അതിനകത്ത് A എന്താണെന്ന് ഒന്ന് പറയാം. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും എന്നോട് പറയാം. A എന്ന് പറയുന്നത് ഒരു സ്ക്വയറിന് 4 വശങ്ങളുണ്ട്, അല്ലെ? ഈ 4 വശങ്ങളും തുല്യമായിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ജനറലി 5 സെന്റിമീറ്റർ അല്ലെ സ്ക്വയറിന് പല സൈഡുകൾ വരാം. സോ നമ്മൾ ജനറൽ ആയിട്ട് A എന്ന് പറയുന്ന ടേം നമുക്ക് യൂസ് ചെയ്യാം. അതാണ്ടാ ഇവിടെ A ആണ് ഈ സൈഡ് അളവെങ്കിൽ, ഇതിന്റെ മെഷർമെന്റ് A ആണെങ്കിൽ ഇവിടെ വരുന്ന ഓരോ സൈഡും എന്തായിരിക്കും? A ആയിരിക്കും. ഇപ്പൊ ഇവിടെ B തൊട്ട് C വരെ A ആണെങ്കിൽ C തൊട്ട് D വരെയും A ആയിരിക്കും, D തൊട്ട് E വരെയും A ആയിരിക്കും, അതുപോലെ E തൊട്ട് B വരെയും എന്താണ്? A തന്നെ ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു അളവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഒരു സ്ക്വയറിന്റെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഏരിയയ്ക്കും വരുന്നത്. അപ്പോൾ ബേസ് ഏരിയ എന്താണ്? A². അപ്പൊ അത് നമ്മൾ പറഞ്ഞു. ഇനി ഇതേ സ്ഥാനം ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുകയാണ്, ഒരു പിരമിഡ് ഫോമിലേക്ക് വരച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെയിം ഫിഗർ തന്നെയാണ്, നമ്മൾ കുറച്ച് ചരിച്ചു വരച്ചെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ A/2 എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അല്ലെ? ഇത് O ആണല്ലോ, ഒറിജിൻ ആണ് O. അപ്പൊ A/2 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. A/2 എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ തന്നെ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ആണ്, പകുതിയാണ്, അല്ലെ? അതുപോലെ Aയുടെ പകുതി അഥവാ ഈ ഒരു സൈഡിന്റെ പകുതിയാണ് എന്ത്? ഇതിന്റെ മിഡിൽ നിന്നും, അല്ലെ ഈ ഒരു ഒറിജിനിൽ നിന്നും ഈ ഒരു ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്ക് പോകുന്ന ഈ ഒരു വര, അതാണ് A/2 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സൈഡിന്റെ നേർ പകുതിയായിരിക്കും എന്ത്? ഈ നിൽക്കുന്ന Oയിൽ നിന്നും ഈ ഒരു സൈഡിന്റെ മിഡ് വരെയുള്ള ഒരു പോയിന്റ്.
A/2 എന്ന് പറയും. അപ്പോൾ അതും അത് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ പിരമിഡിലേക്ക് പോകാം. അപ്പോൾ ബേസ് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇനി ഇവിടെ നമുക്ക് കാണാം ഈ 4 സൈഡ് കൂടാതെ പിരമിഡ് ഫോമിലേക്ക്, അഥവാ പി എന്ന് പറയുന്ന ഒരു വേർട്ടെക്സിലേക്ക് ഓരോ പോയിന്റിൽ നിന്നും നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലൈന് പറയുന്ന ഒരു പേരുണ്ട്, ലാറ്ററൽ എഡ്ജ് എന്ന് പറയും. ഈ ആണെന്ത് ലാറ്ററൽ എഡ്ജ് അഥവാ സ്ലാന്റ് എഡ്ജ് എന്ന് പറയും. സ്ലാന്റ് എഡ്ജ്, ലാറ്ററൽ എഡ്ജ് അഥവാ സ്ലാന്റ് എഡ്ജ് എന്ന് പറയും. ഇനി ഇവിടെ നമ്മളൊരു എൽ എന്ന് പറയുന്ന ഒരു സ്മോൾ ലെറ്റർ എല്ലിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ ഈ വെർട്ടെക്സിലേക്ക് ഓരോ പോയിന്റിൽ നിന്നും, ഏതാ ബി, സി, ഡി, ഇ എന്നീ 4 പോയിന്റിൽ നിന്നും നമ്മളൊരു ലൈൻ, സ്ലാൻഡ് ചെയ്ത ലൈൻ വരച്ചു. അതിനാണ് നമ്മൾ ലാറ്ററൽ എഡ്ജ് അഥവാ ഇ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഈ പി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഇതിന്റെ ഓരോ ബേസ് എഡ്ജുകളിലേക്കും, ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റ് ഇതാണ് ബേസ് എഡ്ജ്, ഇതാണ് ഓരോ ബേസ് എഡ്ജുകൾ ഇതാട്ടോ. ഈ തന്നിരിക്കുന്നതാണ് ബേസ് എഡ്ജ്. ഈ ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്ക് വരുന്നതാണ് എന്ത് സ്ലാൻഡ് ഹൈറ്റ്. ഒരിക്കലും തിരിഞ്ഞു പോകരുത്. സ്ലാൻഡ് ഹൈറ്റും സ്ലാൻഡ് എഡ്ജും ഒരിക്കലും തിരിഞ്ഞു പോകരുത്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 4 കോർണറുകളാണ് കേട്ടോ. അതേസമയം സ്ലാൻഡ് എഡ്ജ് എന്ന് പറയുന്ന 4 കോർണർ, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഓരോ ലാറ്ററൽ സർഫസിന്റെയും പ്രോപ്പർ മിഡിലേക്ക്, അതായത് വെർട്ടെക്സിൽ നിന്ന് മിഡിലേക്ക് വരുന്നതാണ് എന്ത് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എൽ എന്ന് പറയുന്നത് എന്താണ് സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ്. അപ്പൊ എല്ലാണ് സ്ലാൻഡ് ഹൈറ്റ്. ഇനി ഒരു ഹൈറ്റ് കൂടെ ഉണ്ട്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് അതും തിരിഞ്ഞു പോകരുത്. കാര്യം ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഈ വെർട്ടെക്സിൽ നിന്നും കറക്റ്റ് ആ പിരമിഡിന്റെ ബേസിന്റെ പ്രോപ്പർ മിഡ് അഥവാ ഓയിലേക്ക് വരുന്നതാണ് എന്ത് പ്രോപ്പർ ഹൈറ്റ് അഥവാ പിരമിഡിന്റെ ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് എന്ത് ഈ വെർട്ടെക്സ് അഥവാ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഹൈറ്റ് ആണ് പിരമിഡിന്റെ ഹൈറ്റ്. അപ്പോൾ അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എച്ച് എന്ന് തന്നെ പറയാണ്. അതിനകത്ത് വേറെ ചിന്തിക്കാനൊന്നുമില്ല. എച്ച് ഹൈറ്റ്, HEIGHT ഹൈറ്റ്. അപ്പൊ നമ്മളിതിനകത്ത് ഇപ്പോ എ എന്ന് പറയുന്നത് പറയാം. എ എന്ന് പറയുന്നത് എന്താണ് ബേസ് ഏരിയ അല്ലെങ്കിൽ ബേസ് പിരമിഡ് ബേസ് ഈ സ്ക്വയറിന്റെ ബേസ് സൈഡിന് ഓരോ സൈഡിനാണ് നമ്മൾ എ എന്ന് പറയുന്നത്. സ്ക്വയറിന്റെ ഓരോ സൈഡിനാണ് എ എന്ന് പറയുന്നത്. ഇനി ആ സ്ക്വയറിന്റെ മുകളിലോട്ട് വന്ന ഓരോ എഡ്ജുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇ എന്ന് പറയുന്ന ആൽഫബറ്റ് കൊണ്ട് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമ്മൾ എൽ എന്താണെന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ്. ഇതിനകത്ത് ഈ പി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ബേസ് എഡ്ജിന്റെ മിഡിലോട്ട് വരുന്നതാണ് എന്ത് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി എച്ച് എന്താണെന്ന് പറഞ്ഞു പിരമിഡിന്റെ ഹൈറ്റ് ആണെന്ത് എച്ച്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇതിനകത്ത് നിന്ന് ടേംസ് എന്ന രീതിയിൽ പറയാനുണ്ട്. അപ്പോൾ ഇത്രയും സെക്ഷൻ മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്തൊരു ഇതിന്റെ ഇക്വേഷൻസിലോട്ടൊന്ന് പോവാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു പി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഓയിലേക്ക് വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാന്ന് പറഞ്ഞു അല്ലെ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് വരുന്നത്. അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയോ എന്താണ് ഇവിടെ വരുന്ന ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. 90 ഡിഗ്രി ഉള്ളൊരു ആംഗിൾ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ നോക്കി പി ഒ നമുക്കിതിനെ ഇവിടെ ഉള്ള പോയിന്റിനെ ക്യൂ എന്ന് കൊടുക്കാം. ക്യൂ. സോ പി ഒ ക്യൂ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ആയാൽ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഒരു പ്രത്യേകത എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. ഏതാണ്? പി ഒ ക്യൂ. ഇപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? എന്തുവാ? എന്റെ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പോ ഇവിടെ ഈ സ്ക്വയർ പിരമിഡിന്റെ സെക്ഷൻ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒരെണ്ണം ഞാൻ പറഞ്ഞു പി ഒ ക്യൂ, അതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയിൽ നിന്നും ബേസ് എഡ്ജിന്റെ മിഡിലേക്ക് വന്ന പോയിന്റില്ലേ, പിയിൽ നിന്നും അഥവാ ഈ ക്യൂയിലേക്ക് വന്ന ഈ ലൈനില്ലേ, അതായത് എൽ നമ്മൾ നേരത്തെ സ്ലാൻഡ് ആയിട്ട് അത് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ആ സ്ട്രെയിറ്റ് ലൈൻ ചെന്ന് ഫോം ചെയ്താണ്ട ഈ സ്ട്രെയിറ്റ് ലൈനും അതുപോലെ തന്നെ ഈ സ്ലാൻഡ് ഹൈറ്റും സ്ലാൻഡ് എഡ്ജും പിന്നെ അതുപോലെ സൈഡിന്റെ പകുതി A/2 കൂടെ ചേർന്ന് മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതായത് പി ക്യു ഡി. പി ക്യു ഡിയിലും മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക.
ഇതിൽ നിന്നും ആണ് നമ്മൾ ഇതിന്റെ അടുത്ത ഇക്വേഷന്റെ സെക്ഷനിലോട്ട് കിടക്കുന്നത്. നമുക്ക് അത് നോക്കാം. ഇപ്പൊ ഞാൻ തന്നെ ഇവിടുത്തെ ഒരു ഫിഗർ ഇതിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അതിനകത്ത് കിടക്കുക. അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ആ അകത്ത് കിടക്കുന്ന ഫിഗർ അതുപോലെ പുറത്തോട്ട് വരച്ചിട്ടുണ്ട്. പി ഒ ക്യൂ അതുപോലെയാണ് പുറത്തോട്ട് വരുന്നത് അല്ലേ. ഇപ്പൊ പി തൊട്ട് എന്താണ് എച്ച് ആണ്, അഥവാ പിരമിഡിന്റെ ടോട്ടൽ ഹൈറ്റ് ആണ്. ഇനി പി തൊട്ട് ക്യൂ വരെയുള്ള എന്താണ് എൽ അഥവാ എന്താണ് സ്ലാൻഡ് ഹൈറ്റ് ആണ്. പിന്നെ ഒ തൊട്ട് ക്യൂ വരെ എന്താണ് a/2 അഥവാ ഈ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ പകുതി a/2 അതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് ഫോം ചെയ്യാം. അപ്പൊ അതിനോട് നമുക്കൊരു കാര്യം നമ്മൾ പണ്ടോട്ടെ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് മാത്രം വരുന്ന ഒരു കാര്യമാണ്. എന്താണ് ഹൈപ്പോട്ടിന്യൂസ് അഥവാ ഈ ഒരു സൈഡ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പ്രത്യേകത പറഞ്ഞാൽ അതിന്റെ മൂന്ന് സൈഡ് ഇത് ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും അല്ലെ. ഇപ്പോ ഒ ക്യു പി ഇതെന്താ ഈ ഒരു സൈഡ് ആയിരിക്കും, അതായത് ഈ ആംഗിൾ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും ഹൈപ്പോട്ടിന്യൂസ് അല്ലെ. അപ്പൊ ഇതെന്താണ് ബേസ്. ഓ തൊട്ട് ക്യൂ വരെയുള്ള എന്തായിരിക്കും ബേസ് ആയിരിക്കും. അതുപോലെ ഓ തൊട്ട് പി വരെയുള്ള എന്തായിരിക്കും ആൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനകത്തൊരു ഫോർമുല നമ്മൾ കൊച്ചിലെ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ അഥവാ എച്ച് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ, അങ്ങനെ ബി എന്ന് കൊടുത്തിരുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോ ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതിൽ നിന്ന് എച്ച് ഹൈറ്റ് മാത്രം അല്ല അഥവാ ഹൈപ്പോട്ടിന്യൂസ് മാത്രം മതി. അപ്പൊ അതിന്റെ സ്ക്വയർ എല്ലാം പോകും അല്ലെ. ഈ സ്ക്വയർ പോകുമ്പോൾ ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു ഇട്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് എന്ത് വരും ഒരു റൂട്ട് അങ്ങോട്ട് വരും. അപ്പൊ എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ത് വരും റൂട്ടിനകത്ത് വരും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ് അല്ലെ. അപ്പോ ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് എന്താണ് എൽ എന്ന് പറയുന്നതല്ലേ, അഥവാ സ്ലാൻഡ് ആയിട്ടാണ് എന്ത് ഈ തന്നിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്തുള്ള ഹൈപ്പോട്ടിന്യൂസ്. അപ്പോ എൽ സ്ക്വയർ ഞാൻ ഈ ഒരു ജനറൽ ഇക്വേഷനെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇതിനകത്തുള്ള മാറ്റാണ്. അപ്പൊ ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് എന്താണ് എൽ. അപ്പൊ എൽ സ്ക്വയർ ഈക്വൽ ടു ഇവിടുത്തെ ബേസ് ഏതാണ് a/2 അല്ലേ ബേസ്. അപ്പോ എൽ സ്ക്വയർ ഈക്വൽ ടു a/2 സ്ക്വയർ പ്ലസ് ഇനി ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് ഏതാണ് എച്ച് ആണ് അല്ലെ. ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് എച്ച് ആണ്. അപ്പൊ എച്ച് സ്ക്വയർ എന്ന് വരും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എൽ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരിക്കും എൽ ആയിരിക്കും അല്ലെ. അപ്പൊ എൽ കണ്ടുപിടിക്കുന്ന ഫോമിൽ എന്ത് വരും ഇവിടുത്തെ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു റൂട്ട് വരും അല്ലെ. റൂട്ട് വന്നിട്ട് ഈ അകത്തിറങ്ങുന്നതിനകത്ത് മാറ്റമൊന്നുമില്ല. a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ അതിനകത്ത് നിന്ന് ഈ ഒരു ട്രയാംഗിൾ നിന്ന് ഫോം ചെയ്ത ആദ്യത്തെ ഇക്വേഷൻ. അപ്പോ ഈ ഒരു ഇക്വേഷനിൽ നിന്നുകൊണ്ട് അപ്പൊ നമുക്ക് എല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി അല്ലെ. ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, നമുക്ക് അതിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇങ്ങോട്ട് വരച്ചു. ഇതിൽ നിന്ന് നമ്മളൊരു ജനറൽ ഇക്വേഷൻ കൊണ്ട് ഫോം ചെയ്തത് എൽ സ്ക്വയർ ഈക്വൽ ടു a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എൽ സ്ക്വയർ മാറി നമുക്ക് എല് അഥവാ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുത്തു. എന്താണ് എൽ ഈക്വൽ ടു റൂട്ട് ഓഫ് a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ ഈ തന്നിരിക്കുന്ന ജനറൽ ഇക്വേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഇപ്പൊ എല്ലിന്റെ ഫോമിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ എച്ചിന്റെ ഫോമിൽ നോക്കാം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തോടെ എഴുതണം. എൽ സ്ക്വയർ ഈക്വൽ ടു a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് എഴുതി. ഇതിൽ നിന്നും ഞാൻ എച്ച് സ്ക്വയർ എന്ന് കണ്ടുപിടിക്കണം. അല്ല, എച്ച് സ്ക്വയർ എന്ന് എച്ച് കണ്ടുപിടിക്കണം. അപ്പൊ എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലെ. ഇതിന് ഇപ്പുറത്തൊന്നും അതുപോലെ എല്ലാം അപ്പുറത്ത് വരും. ഇനി നമുക്ക് എച്ച് സ്ക്വയർ വേണ്ട, എച്ച് മാത്രം മതിയല്ലോ. എച്ച് മാത്രം മതി അല്ലെ. സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽ ടുന്റെ അപ്പുറത്ത് ഉണ്ടാവും റൂട്ട് വരും. അപ്പൊ ഇത് എന്തായി മാറും എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. അപ്പൊ അതിന്റെ ഇക്വേഷൻ കൊടുക്കും. ഇപ്പൊ എച്ച് അഥവാ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഇനി അടുത്ത സെക്ഷൻ ഉണ്ട്, അത് നോക്കാം. അപ്പോ നമ്മളിപ്പോ എല്ലിന്റെ ഫോം എല്ല് അഥവാ എന്താണ് സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഫോമിൽ നമുക്ക് കിട്ടി. പിന്നെ
ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് കിട്ടി അല്ലേ. ഇനി വീണ്ടും ഈ ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എ അഥവാ ബേസ് എഡ്ജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ആ ജനറൽ ഇക്വേഷൻ കൊണ്ട് എഴുതുകയാണ്. എൽ സ്ക്വയർ ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ ഇത് നമുക്ക് എന്താണ് a/2 മാത്രമേ ഇപ്പുറത്തോട്ട് എഴുതാം അല്ലെ. അപ്പൊ എന്താ a/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ, മാറ്റമില്ല. ഈ എച്ച് സ്ക്വയർ അപ്പുറത്തോട്ട് എന്താവും മൈനസ് എച്ച് സ്ക്വയർ ആവും. ഓക്കെ, ഇനി നമുക്ക് a/2 മാത്രം ഇവിടെ എഴുതാം. അപ്പൊ എന്താ മേലുള്ള സ്ക്വയർ അങ്ങോട്ട് പോയില്ലേ, സ്ക്വയർ പോകുമ്പോൾ ഈക്വറ്റിന്റെ അപ്പുറത്ത് എന്തായി റൂട്ട് വന്നല്ലേ. റൂട്ട് വന്നിട്ട് എന്താ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്നായി. അപ്പോഴൊരു ബൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. ഈ ബൈറ്റ് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് ഈക്വറ്റിന്റെ അപ്പുറത്തോട്ട് ഇടാം. അപ്പൊ എന്താവും ഇൻറ്റു 2 ആവും. അപ്പൊ a ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഫൈനൽ എന്തായി എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടി നമ്മൾ ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്തു അല്ലേ. അപ്പം എ ഈക്വൽ ടു എന്താണ് 2 റൂട്ട് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇവിടെ ഇപ്പോ തന്നിരിക്കുന്ന സ്ക്വയർ പിരമിഡിൽ നിന്നും എന്താണ് നമ്മൾ അകത്തുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു അല്ലെ. POQ പിരമിഡിന്റെ ഫിഗർ എന്താ POQ, ഇതാണ് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു, L അഥവാ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒരെണ്ണം കണ്ടെത്തി. പിന്നെ H അഥവാ പിരമിഡിന്റെ ഹൈറ്റ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടെത്തി. പിന്നെ A അഥവാ ബേസ് എഡ്ജ് ഈ ഒരു സെക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും കണ്ടെത്തി. ഇതൊക്കെ നമ്മൾ കണ്ടെത്തി ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, POQ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇനി രണ്ടാമത് മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൂടെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇപ്പൊ വരയ്ക്കാം. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും കുറച്ച് ഇക്വേഷൻസ് കണ്ടെത്തുന്നത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് രണ്ടാമത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൂടെ വരുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ നേരത്തെ സെക്ഷനിൽ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് കിടന്ന എല്ല് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഹൈപ്പോട്ടിനസ് മാറി ആൾട്ടിറ്റ്യൂഡ് ആയി മാറും. നമുക്കത് ആ ഫിഗർ മൊത്തം പറയാം. ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PQD ആണ്. നേരത്തെ വരച്ചത് POQ ആയിരുന്നു. ഇത് വന്നേതാ PQD. അപ്പൊ ഞാൻ അതുപോലെ ആ പിരമിഡ് കിടക്കുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് ഇങ്ങോട്ട് വരച്ചിട്ടേക്കുന്നത്. നിങ്ങൾക്കൊരു ഡൗട്ട് ആവാതിരിക്കാനായിട്ട്. അപ്പൊ അതിനകത്ത് ഉള്ള ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ വരുന്ന ഹൈപ്പോട്ടനസ് എന്താണ് E ആണ്. ഇവിടെ വരുന്ന ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് a/2 ആണ്. ഇവിടെ വരുന്ന ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന L ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ പൈതഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എന്താണ് E ആണ് അല്ലെ. E സ്ക്വയർ ഈക്വൽ ടു ബേസിന് വരെ ഏതാണ് a/2 അല്ലേ, a/2 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന് വരെ ഇവിടെ എന്താ പറയുന്നത് L ആണ്. അപ്പൊ L സ്ക്വയർ. അപ്പൊ ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ ട്രയാങ്കിൾ നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതും കൂടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സ്ക്വയർ അവിടെ വരുന്നത് അല്ലെ, ഈ സ്ക്വയർ ആവശ്യമില്ല. E ഈക്വൽ ടു സ്ക്വയർ മാറുമ്പോൾ എന്താവും റൂട്ട് വരും അല്ലെ. റൂട്ട് a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കിട്ടി. പിന്നെ വേണമെന്നില്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇതിൽ നിന്നും എല്ലിന്റെ ഇക്വേഷനും എയുടെ ഇക്വേഷനും നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഒന്നുകൂടെ ഒബ്റ്റൈൻ ചെയ്യാം. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതിനകത്ത് നിന്ന് ഈ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് റൈറ്റിലോട്ട് മാറ്റി എഴുതുകയാണ്. ഈക്വൽ ടു റൂട്ട് a/2 ഹോൾ സ്ക്വയർ പ്ലസ് ഇതിൽ നിന്നും. അപ്പൊ ഇതിൽ നിന്ന് നമുക്കിപ്പോ ഈ കണ്ടുപിടിക്കുന്ന ഫോർമുല ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഈക്വൽ എന്താണ് റൂട്ട് a/2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പൊ ഈ തന്നിരിക്കുന്ന ജനറൽ ഇക്വേഷൻ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ഫോം ചെയ്ത ഇക്വേഷൻ നിന്നുകൊണ്ട് നമുക്ക് എയുടെയും എല്ലിന്റെയും ഇക്വേഷൻ കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഈ ട്രയാങ്കിളിൽ നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ചെയ്തല്ലോ. നമുക്ക് ഈ ഒരു എല്ല് കണ്ടുപിടിക്കുന്നത് എല്ല് അഥവാ എന്താണ് സ്ലാന്റ് ആയിട്ട് അല്ലെ. അപ്പൊ എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് a/2 സ്ക്വയർ അല്ലെ. മൈനസ് ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ഈക്വലിന്റെ ഇപ്പുറത്ത് പോകുമ്പോൾ എന്താ മൈനസ് ആവും. ഓക്കെ, അപ്പൊ അതിൽ നിന്നും അടുത്ത എൽ സ്ക്വയർ ഉണ്ട് അല്ലെ. എല്ല് മതി. എല്ല് കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്ക് ഇന്ന് കിട്ടും. എന്താണ് ഇവിടെ സ്ക്വയർ മാർക്കോ ഇപ്പുറത്തെ റൂട്ട് വരും. ഈ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ.
അപ്പോൾ നമുക്ക് നേരത്തെ എൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല കിട്ടിയായിരുന്നു, വീണ്ടും എൽ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഫോർമുലകൾ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നും എയുടെ ഫോർമുല കൂടി കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എ കണ്ടുപിടിക്കുന്ന എങ്ങനെ നോക്കാം. എന്താ a/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്തെ ഈ സ്ക്വയർ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ a/2യുടെ കൂടെ കിടക്കുന്ന എൽ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, -l² ആയി. നമുക്ക് സ്ക്വയറിന്റെ ആവശ്യമില്ല അല്ലേ, അപ്പൊ ഈ a/2 എന്ന് മാത്രം എഴുതാം. സ്ക്വയർ അങ്ങ് പോയി, സ്ക്വയർ പോകുമ്പോൾ എന്താവും, അപ്പർ സൈഡിൽ എന്ത് വരും, റൂട്ട് വരും. എന്താണ് ഈ സ്ക്വയർ -l² അല്ലേ. ഇനി /2 നമുക്ക് ആവശ്യമില്ല, ഈക്വലിന്റെ അപ്പുറത്തോട്ട് വിടാം. അപ്പൊ എന്താവും, a = 2 ഇൻറ്റു എന്താണ് √(e² - l²). അപ്പോൾ നമുക്കിപ്പോ എ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ കൂടി നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. ഈക്വൽ എന്താണ്, √2 √(e² - l²). ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെയും എയുടെയും എല്ലിന്റെയും ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും നമുക്ക് വീണ്ടും എന്താണ് സെയിം തന്നെ, എന്നാലും ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കാം. അതുപോലെ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ട്രയാംഗിൾ ഡിസ്കസ് ചെയ്തതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഥവാ ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രയാംഗിൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ കൂടെ പിന്നെ എയുടെയും എല്ലിന്റെയും കാര്യം കൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് കുറെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചല്ലേ. അപ്പം നേരത്തെ നമ്മൾ എ എൽ എച്ച്, അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ഇത്രയും സെക്ഷൻ നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് വെച്ചു. അപ്പൊ എന്തിനാണ് ഇക്വേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് സ്ക്വയർ പിരമിഡിന്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്താനാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ വോളിയം ഇത് കണ്ടെത്താനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ സർഫസ് ഏരിയയും വോളിയം ഒക്കെ കണ്ടെത്താനായിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഒരു പക്ഷേ ചിലപ്പം ലാറ്ററൽ എഡ്ജോ അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റോ അല്ലെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ സൈഡ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിലപ്പോൾ മിസ്സായിട്ട് തന്നേക്കത്തില്ല. തന്നിരിക്കുന്ന അളവുകൾ അല്ലെങ്കിൽ ഡാറ്റയിൽ അത് കാണത്തില്ല, ഉൾക്കൊള്ളിക്കത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻസ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിലും നമുക്ക് ഇക്വേഷന്റെ സഹായത്തോടുകൂടി അത് കണ്ടെത്താൻ സാധിക്കും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടുന്നില്ല, ഡയറക്റ്റ് അങ്ങോട്ട് ആ ഫോർമുല യൂസ് ചെയ്ത് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കും. അപ്പോൾ ഇനി നമുക്ക് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെ അതിന്റെ ഫോർമുല എന്താന്ന് നോക്കാം. അപ്പൊ നമ്മള് സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് ബേസ് ഏരിയ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ബേസ് ഏരിയയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, a². അതായത് സ്ക്വയറിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കുന്നത്. ഇനി ബേസ് ഏരിയ മാത്രം പോരാ, ബേസ് എന്ന് പറയുന്നത് BCD, അതാണ് ഈ സ്ക്വയറിന്റെ അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഏരിയ നമുക്കറിയാം a². പക്ഷെ ഇതൊരു പിരമിഡ് ഫോമിലോട്ടാകുമ്പോ ഈ BCയിൽ നിന്നും രണ്ട് ലൈനുകൾ ഈ വെർട്ടെക്സിലോട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് എന്തായി മാറുക, BCP എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാറ്ററൽ സൈഡാണ്, ഒരു സൈഡാണ്. അതുപോലെ തന്നെ CDP എന്ന് പറയുന്നത് മറ്റൊരു സൈഡാണ്. അതുപോലെ DEP എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു സൈഡും EPB എന്ന് പറയുന്നത് നാലാമത്തെ സൈഡും. നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡിന് 4 സൈഡുകൾ വരും അല്ലെ, 4 സൈഡുകൾ. ആ 4 സൈഡുകളാണ് ഏതാ, BCP, CDP, DEP, EBP. ഇപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പറയുക, ഇതെല്ലാം എന്താണ്, ട്രയാങ്കിളിന്റെ ഫോമിലാണ് കിടക്കുന്നത്. ഈ കിടക്കുന്ന എല്ലാം ഒരു ട്രയാങ്കിളിന്റെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താണ്, ഹാഫ് BH അല്ലേ, 1/2 ഇൻറ്റു B അഥവാ ബ്രെഡ് ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ. അപ്പോ ഇതിൽ നിന്ന് ഒരു സൈഡ് നമുക്ക് എടുക്കാം. അതായത് ഒരു ഉദാഹരണത്തിന് ഞാൻ കൊണ്ട് വരയ്ക്കാം, BCP കൊണ്ട് വരയ്ക്കുകയാണ്. BCP കൊണ്ട് മാറ്റി വരച്ച് ചെയ്യണം അല്ലെ. BCP എന്ന് പറഞ്ഞു ഇതിനകത്ത് ഇതിന്റെ, അപ്പൊ ഞാൻ അതിനകത്തുള്ള BCP എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ആ ഒരു ട്രയാങ്കിൾ മാത്രം കൊണ്ട് മാറ്റി വെച്ചു അല്ലെ.
അപ്പൊ ഇതിന്റെ അളവ് നമുക്കറിയാം എന്താണ്. ഇപ്പോ ഈ സി തൊട്ട് പി വരെയുള്ള എന്താണ് ഇ ആയിരിക്കും അല്ലെ, ഇ ആണ്. പിന്നെ പി തൊട്ട് ഇതിന്റെ ഒരു ബേസ് എഡ്ജിന്റെ ഒരു മിഡ് പോയിന്റ് വരെ എന്തായിരിക്കും, അതായത് ഈ കാണുന്ന അളവ് സെയിം ആയിരിക്കും അല്ലെ, ഈ തന്നിരിക്കുന്ന അളവിന് സെയിം ആയിരിക്കും, അതായത് എല്ലിന് സെയിം ആയിരിക്കും, അഥവാ സ്ലാന്റ് ഹൈറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ പി തൊട്ട് അങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എൽ ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ ഇതെന്താണ്, ട്രയാങ്കിളിന്റെ ഹൈറ്റിൽ കിടക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആ ട്രയാങ്കിൾ ഫോർമുല 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പൊ ഇവിടെ 1/2 മാറ്റമൊന്നുമില്ല. ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ ആണ് അല്ലെ, ഈ കിടക്കുന്നതല്ലേ ബേസ്, ഈ ട്രയാങ്കിളിന്റെ ബേസ്. അപ്പോ 1/2 ഇവിടെ ബിക്ക് വരെ എന്ത് വരും, എ വരും ഈ ട്രയാങ്കിൾ വരുമ്പോ എ. ഇനി എച്ച് ഉണ്ട്, ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ ഇവിടുത്തെ എച്ചിന് വരെ എന്താ വരുന്നത്, പി തൊട്ട് ഈ പോയിന്റ് വരെ എന്താണ് എൽ. അപ്പോ ഇവിടെ തന്നിരിക്കുന്ന ഈ സ്ക്വയർ പിരമിഡിനകത്തുള്ള ഒരു ലാറ്ററൽ ഫേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, 1/2 AL ആണ് അല്ലെ. പക്ഷെ ഇവിടെ എത്ര ലാറ്ററൽ ഫേസുകൾ കിടപ്പുണ്ട്, 4 എണ്ണം ഉണ്ട്, 4 ലാറ്ററൽ ഫേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചാല് പൂർണ്ണമാകത്തില്ല, 4 എണ്ണത്തിന്റെയും ലാറ്ററൽ സർഫസ് ഏരിയ, അതാണ് 4 എണ്ണത്തിന്റെ ഒരുമിച്ച് കണ്ടെത്തുന്നതാണ് എന്ത്, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും, 4 ട്രയാങ്കിളുകൾ വരും. അപ്പൊ ഒരെണ്ണത്തിന്റെ അളവ് തന്നെ അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ ഏരിയ തന്നെ ആയിരിക്കും മറ്റ് 3 എണ്ണത്തിന്റെ. സോ നമുക്ക് ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ 4 ഇൻറ്റു 1/2 ഇൻറ്റു എ ഇൻറ്റു എൽ എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെട്ടി പറഞ്ഞൂടെ, 2 1s 2 2. ഫൈനലായിട്ട് എന്ത് വരും, ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, 2AL. 2AL ആണ് എന്ത്, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് അല്ലെ. അപ്പൊ നമുക്ക് LSA തന്നെ കൊടുക്കുക, ലാറ്ററൽ സർഫസ് ഏരിയക്ക് LSA എന്ന് കൊടുക്കുക. LSA = 2AL. നമ്മൾ നേരത്തെ പറഞ്ഞു ബേസ് ഏരിയ അഥവാ BA എന്ന് ഞങ്ങൾ പറയുക, ബേസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തുവാ, A² എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല 2AL എന്ന് കിട്ടി, ബേസ് ഏരിയക്കുള്ള ഫോർമുല എന്താ, A² എന്ന് കിട്ടി. അപ്പോ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ TSA എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തുവാ, അതാണ്ട് ഈ ലാറ്ററൽ സർഫസ് ഏരിയ ബേസ് ഏരിയ കൂട്ടിയാൽ പോലെ. ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്, 2AL. അതിന്റെ കൂടെ എന്താ കൂട്ടണ്ടേ, ബേസ് ഏരിയ എത്ര, A². അപ്പൊ 2AL + A² ആണ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വോളിയം കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പൊ ഇതൊന്നുകൂടെ പറയാൻ എന്ത്, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, 2AL + A². ഇതിനകത്ത് 2 വിടുക. A എന്ന് പറയുന്നത് എന്താണ്, സൈഡ് ആണ് അല്ലെ, ഇതിന്റെ ഒരു ബേസ് സൈഡ് ആണ് A. L എന്ന് പറയുന്നത് എന്താണ്, അതാ നമുക്ക് കാണാം, L എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ ആണ് എന്ത്, സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ അത് നമുക്കറിയാം. അപ്പോ A ബേസ് തന്നെ, ബേസ് എഡ്ജ് തന്നെ. അപ്പൊ നമുക്ക് അതിന്റെ ഫോർമുല കിട്ടി. ഇനി നമുക്ക് എന്താ, വോളിയം കണ്ടുപിടിക്കണം അല്ലെ, ടോട്ടൽ വോളിയം. അപ്പോ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒന്നുമില്ല, ഒറ്റപ്പിടി കൊണ്ട് കാണാൻ പഠിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. എന്താ, 1/3 A²H. 1/3 A²H ആണ് എന്ത്, ഒരു സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിനകത്ത് A എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇപ്പോ H എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത്രയും സെക്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനകത്തുള്ള ഈ ഒരു സെക്ഷനിലെ കംപ്ലീറ്റ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോ ഇനി പറഞ്ഞ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയാ, ഒരു സ്ക്വയർ പിരമിഡിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടതാകട്ടെ, അല്ലെങ്കിൽ അതിനകത്തുള്ള ഓരോ ടേംസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഈ കാണുന്നതാണ് എന്ത്, ലാറ്ററൽ എഡ്ജ് അഥവാ സ്ലാന്റ് എഡ്ജ്, അതുപോലെ തന്നെ സ്ലാന്റ് ഹൈറ്റ്, പിരമിഡിന്റെ ഹൈറ്റ്. ഈ H എല്ലാം ഒരിക്കലും തിരിഞ്ഞു വരുന്നത്. H എന്ന് പറഞ്ഞാൽ കറക്റ്റ് വെർട്ടെക്സ് തൊട്ട് O വരുന്നതാണ്, അത് പിരമിഡിന്റെ ഹൈറ്റ് ആണ്. മറ്റേത് ചരിഞ്ഞിരിക്കുന്ന ഹൈറ്റ് ആണ് ഇത് L. അപ്പൊ അത് നമുക്ക് തിരിഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്, എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല 2AL + A², ടോട്ടൽ വോളിയം 1/3 A²H. അപ്പൊ ഇതിനകത്തുള്ള ഓരോ ടേംസ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കുറെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇതിനകത്തുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ ഞങ്ങളെ അറിയിക്കണം. നമ്പറുണ്ട് 7356369943. ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ പറയുക. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിന്റെ തന്നെ സെയിം പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.